ഐക്കൺ ചാരിറ്റീസും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഐക്കൺ എക്സലൻസ് അവാർഡ് വിതരണത്തിനാണ് പരിശുദ്ധ സഭയുടെ ആസ്ഥാനമായ ഈ പുണ്യഭൂമി ഇന്ന് വേദിയായി തീർന്നിരിക്കുന്നത്. ഇതിനോടകം ഈ അക്കാഡമിക് ഇയറിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് ഭൗതിക സാഹചര്യങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 500-ലധികം വിദ്യാർത്ഥിനികൾക്ക് അവാർഡ് നൽകിയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അനവധി സുന്ദരമായ ഈ മധ്യാഹ്നത്തിൽ ഈ അനുഗ്രഹീതമായ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്കും അവാർഡ് ജേതാക്കളായ എല്ലാ വിദ്യാർത്ഥിനികളെയും മാതാപിതാക്കളെയും സദസ്സിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാർത്ഥനാ ഗാനത്തിനായി സന്തോഷ് സാറാംകുരിയെ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് ഡയറക്ടറായി ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആദരണീയനായ PA തിരുപ്പച്ചനെ സ്നേഹാദരവോടുകൂടി ക്ഷണിച്ചു പോകുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ ഭാവത്തിനുവേണ്ടി വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ഓണാട് സാറ്, ഡോക്ടർ ജോസഫ് പി വർഗീസ്, ഡോക്ടർ സിബി തരകൻ, ഐക്കൺ ചാരിറ്റീസിൻ്റെ മുഖ്യ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം, ഇവിടെ ഇന്ന് ഈ ഐക്കൺ എക്സലൻസ് അവാർഡ് സ്വീകരിക്കുവാനായി എത്തിയിരിക്കുന്ന കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലിയോ ടോൾസ്റ്റോയുടെ ഏറ്റവും പ്രസിദ്ധമായൊരു കഥയുണ്ട്. അതിൻ്റെ ടൈറ്റിൽ വാട്ട് മെൻ ലിവ് ബൈ എന്നാണ്. മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു, എന്തിനായി മനുഷ്യൻ ജീവിക്കുന്നു എന്നാണ് ആ കഥയുടെ പ്രമേയം. കഥ പറയുകയല്ല, ആ കഥയുടെ ഏറ്റവും അവസാനം ടോൾസ്റ്റോയി പറഞ്ഞു വയ്ക്കുന്ന ഒരു കൺക്ലൂഷൻ,
ടോൾസ്റ്റോയ് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ജീവിതത്തെ പ്രഫുല്ലമാക്കുന്നത്, സുന്ദരമാക്കുന്നത് അവൻ ദയാതൽപരനായിരിക്കുന്നുവോ എന്നുള്ളതാണ്. സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ദയകൊണ്ട് സമൃദ്ധമായ ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് ഈ വാട്ട് മെൻ ലിവ് ബൈ എന്ന കഥയിലൂടെ ടോൾസ്റ്റോയ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുറെ നാളത്തേക്ക് ഈ ലോകത്തിൽ വന്നു പോകുന്ന മനുഷ്യരാണ് നമ്മളെല്ലാം. നമ്മുടെ ഈ ലോകത്തിലെ ഈ കൊച്ചു ജീവിതത്തിന് ഇടയ്ക്ക് എത്രയൊക്കെ നന്മ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. ആ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന നല്ല മിടുക്കരായ കുട്ടികളെ അവർക്ക് വേണ്ട പ്രോത്സാഹനവും കൈത്താങ്ങും നൽകി ഈ സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ ഉത്തമ പൗരന്മാരാക്കി വളർത്തുക എന്ന ഉദ്ദേശത്തോടെ 2005 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വളരെ ശ്ലാഘനീയമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഐക്കൺ ചാരിറ്റീസ് എന്നുള്ള ഈ അംബ്രല്ല സംഘടന. അതിന്റെ കീഴിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പദം പ്രയോഗിച്ചത്. ഐക്കൺ ചാരിറ്റീസും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റുമായിട്ട് 2010 മുതൽ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ, റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടികളെ ഐക്കൺ ചാരിറ്റീസ് അതിൻ്റെ അവരുടെ ഫോംസ് എല്ലാം പരിശോധിച്ച് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം, അവർക്ക് വേണ്ട ഒരു പഠിക്കുവാനുള്ള ഒരു പ്രചോദനം, ഇതൊക്കെ നൽകുന്ന രീതിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായി. ആ രീതിയിൽ ഈ വർഷത്തെ അവാർഡ് 2021 ഗ്രാന്റ് ചെയ്തിരിക്കുന്ന അവാർഡ് 559 കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് നാനാജാതി മതസ്ഥരായ ആളുകളുണ്ട്. അങ്ങനെ വിവിധ ദേശങ്ങളിലും വിവിധ ജാതിയിൽ മതത്തിലും ഒക്കെപ്പെട്ട കുട്ടികളെ നമ്മൾ കണ്ടെത്തി സമർത്ഥരായ കുട്ടികൾക്ക് വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന പദ്ധതിയാണ്. അതിന് 2021 ഐക്കോൺ അവാർഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ സംബന്ധിച്ച് ഇതിന് അനുഗ്രഹം നൽകി ഇന്ത്യ കുട്ടികൾക്ക് അവാർഡ് സമ്മാനിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, തിരുമേനിയുടെ ഇപ്പോഴത്തെ വളരെ തിരക്ക് പിടിച്ച ജീവിതം. ഈ തിരക്കിനിടയ്ക്ക് നമുക്ക് അല്പസമയം തരാൻ തക്കോണം തിരുമേനി സന്മനസ് കാണിച്ചു. പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹം ഇവിടെ അടുത്ത പഴൂരിലാണ് വിശുദ്ധ ബലി അർപ്പിച്ചത്. അതുകൊണ്ട് അല്പസമയം ഉച്ചയ്ക്കൂടെ കിട്ടും എന്നതുകൊണ്ടാണ് ഞായറാഴ്ചയായി ഇന്ന് നമ്മൾ ഈ യോഗം ക്രമീകരിച്ചത്. പരിശുദ്ധ ബാവ തിരുമേനി ഈ ഐക്കൺ എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ ഞാൻ തിരുമേനിയെ കൂടെ ഓർക്കാറുണ്ട്. കാരണം ഈ ചാരിറ്റിയുടെ ഒരു ഐക്കണാണ് തിരുമേനി. തിരുമേനിയുടെ പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പ്രതീക്ഷ, പ്രശാന്തി, പ്രമോദം എന്നൊക്കെ തുടങ്ങുന്ന പ്രായിൽ ആരംഭിക്കുന്ന 17ഓളം പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ പരിശുദ്ധ ബാവ തിരുമേനി. നിങ്ങളൊക്കെ സമയം കിട്ടുമെങ്കിൽ, സൗകര്യം കിട്ടുമെങ്കിൽ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 17ഓളം പ്രസ്ഥാനങ്ങളെ സന്ദർശിക്കുകയും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങൾ ഓടിക്കുന്നത്, എത്ര പ്രശംസനീയമായ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് പോയി കാണുകയും അറിയുകയും ചെയ്ത് വളരെ നന്നായിരിക്കും. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഫിലാന്ത്രോഫിക് ഔട്ട്ലുക്ക്, ഇതെല്ലാം സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പൊ തന്നെ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രത്യേക അഭിലാഷത്തിൽ ആരംഭിച്ചിരിക്കുന്ന സഹോദരൻ എന്ന ഒരു പുതിയ പദ്ധതി, അതിലൂടെ അനേകം ആളുകളെ പലതരത്തിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള ഒരു ഉദ്യമമാണ്. ആ നിലയെല്ലാം ഈ സഭയ്ക്ക് ഒരു പുതിയ വഴിത്താര തുറക്കുവാനായി ആഗ്രഹിച്ച പരിശുദ്ധ തിരുമേനിയുടെ ഈ പുതിയ സ്ഥാനത്ത് വിരാജിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ
പരിശുദ്ധ ബാവാ തിരുമേനി സംബന്ധിച്ച് നമുക്ക് ഈ അവാർഡ് നൽകാം എന്നുള്ള ആ സമ്മതം തന്നു. എനിക്കറിയാമായിരുന്നു വളരെയധികം ടൈറ്റ് ഷെഡ്യൂളുള്ള ഒരു ടൈമാണിപ്പോൾ. എന്നാലും അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഇവിടെ എത്തി നമുക്ക് ഈ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ തക്കോണം പരിശുദ്ധ ബാവാ തിരുമേനി ഇവിടെ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനുള്ള പ്രത്യേക സന്തോഷം തിരുമേനി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഒത്തിരിയേറെ ഔപചാരികതകൾ ഇല്ലാത്ത ഒരു മീറ്റിംഗ് ആണിത്. സാധാരണയുള്ളപ്പോൾ ഒത്തിരി ആളുകൾ പ്രസംഗിക്കാനോ ആശംസ പറയാനോ ഒന്നുമില്ല. ഇത് തികച്ചും ഒരു ഹോംലി ഫംഗ്ഷനാണ്. ഈ ഐക്കൺ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരും അതിൻ്റെ അനുഭാവികളുമായ കുറേ ആളുകളെ മാത്രമേ നമ്മൾ ഇവിടെ വിളിച്ചിട്ടുള്ളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ ഐക്കോണോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ബഹുമാനപ്പെട്ട പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട്. സാറിനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ കോട്ടയം മെസ്സീരിയസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലാണ്. ഇപ്പോൾ മംഗളം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നു. സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇതുകൂടാതെ തന്നെ ധാരാളം സഭയുടേതും അല്ലാതുമായ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ വലിയ ഗുരുഭൂതനുമായ ബഹുമാനപ്പെട്ട പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറിനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും ആത്മഹത്യ ടെൻഡൻസി ഉള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, വൈകാരിക വിക്ഷുബ്ധതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, സഭയുടെ പ്രസ്ഥാനമാണ് വിപാസന എന്ന സെന്റർ. വിപാസന സെന്ററിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് വർഗീസ് സാറാണ്. സാറ് നമ്മുടെ കോട്ടയം CMS കോളേജിലെ മുൻ പ്രൊഫസറാണ്. കൂടാതെ ധാരാളം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുകയും ഇങ്ങനെ വിസിറ്റിംഗ് പ്രൊഫസറായി പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോവുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോസഫ് വർഗീസ് സാറ്. സാറ് ഇപ്പോൾ ഈ വിഭാസനയ്ക്ക് നൽകുന്ന സേവനം വളരെയധികം വിലമതിക്കുന്നതാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഈ വിഭാസനയുടെ മുൻ ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ സിബി തരകൻ. ഈ സഭയുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല, വളരെയധികം പ്രശംസ പിടിച്ചു പറ്റേണ്ട ഒരു അംഗമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ സിബി തരകൻ. അദ്ദേഹം നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനായി വളരെ സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച ശേഷം ഇപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ സഭയുടെ നവജ്യോതി ബോക്സ് എന്ന ഭർത്തൃപ്രിയ സമാജത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. കൂടാതെ വിഭാസനയുമായിട്ടും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റുമായിട്ടും ചേർന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. ഡോക്ടർ സിബി തരകനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഐക്കൺ ചാരിറ്റീസിനെ പറ്റി ഞാനിവിടെ സംസാരിക്കുന്നില്ല. കാരണം ഐക്കണെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം ഇവിടെയുണ്ട്. വളരെ നിശബ്ദമായിട്ടും എന്നാൽ നിസ്തുലമായും പ്രവർത്തിക്കുന്ന, പേരും പെരുമയും ആഗ്രഹമില്ലാത്ത കുറെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഐക്കൺ എന്ന് പറയുന്നത്. അതിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വളരെ ശക്തനായ ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം. അദ്ദേഹം അബുദാബിയിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ വികാരം ഭാവമൊക്കെ അവിടെ കഴിച്ച ശേഷം ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തന്റെ സമയവും ഊർജവും ചെലവഴിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാമിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് പല പ്രധാനപ്പെട്ട
വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ചും ദ്വീപാസനയിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ചാക്കോ തരകൻ സാറ്, ഫാമിലി, അതുപോലെ അഡ്വക്കേറ്റ് അലക്സ് തോമസ്, കൂടാതെ ഇങ്ങനെ ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൊമ്പീറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിനു കിഴക്കയിൽ, അതുപോലെ എൽസ എലിസബത്ത് ചെറിയാൻ, ഇവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് ഈ അവാർഡ് സ്വീകരിക്കാനായി വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും അവരുടെ പേരൻസിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഈ യോഗത്തിൽ ആദ്യോടൊപ്പം സംബന്ധിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സ്കോളർഷിപ്പ്, ഈ അവാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമൂല്യമായ നിധിയാണെന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ചും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിതാവ് നിങ്ങൾക്ക് നൽകുന്ന, അനുഗ്രഹത്തോടെ നൽകുന്ന ഒരു വലിയ നിധിയാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുവാനും നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പഠനത്തിലും ജീവിതത്തിലും കൂടുതൽ നല്ല ഉയരങ്ങൾ കീഴടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഐക്യൻ ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ലക്ഷ്യത്തെ പറ്റിയും സംസാരിക്കുവാനായി സെക്രട്ടറി ശ്രീ ജോർജ് എബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ബാബാതിരുമേനി, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ശ്രേഷ്ഠ വ്യക്തികൾ, വൈദിക ശ്രേഷ്ഠകൾ, ഇവിടെ ഐക്യൻ എക്സലൻസ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പേരൻസ്, എല്ലാവർക്കും ഐക്യൻ ചാരിറ്റീസിൻ്റെ പേരിലുള്ള സ്നേഹവന്ദനം ഞാൻ ആദ്യമേ അർപ്പിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം പരിശുദ്ധ ബാബാതിരുമേനി മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി അവരോധിതനായത് ഒക്ടോബർ മാസം 15-ാം തീയതിയാണ്. പരമേലയിൽ വെച്ചാണ് ഒരു അത് സംബന്ധിച്ച ക്രമീകരണങ്ങളൊക്കെ നടന്നത്. പരിശുദ്ധ ബാബാതിരുമേനി എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ വലിയ അടുപ്പത്തിലൊന്നും പോയിട്ടില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ പാട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ച വീടും ബാബാതിരുമേനി ജനിച്ച വീടും തമ്മിൽ ഒരു 3 കിലോമീറ്റർ ദൂരമില്ല. അബുദാബിയിലൊക്കെ വരുമ്പോൾ തിരുമേനിയെ കണ്ടിട്ടുണ്ട്. തിരുമേനിയുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് ചെറിയ രീതിയിലൊക്കെ നമ്മളും സഹകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് ഞാൻ ഈ കാതോലിക്ക ബാവ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഇവിടെ ഫോട്ടോയിരിക്കുന്ന ഈ ബാബാതിരുമേനിയുടെ കാലത്ത് ഞാൻ ജനിച്ച അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. കാരണം അതുപോലുള്ള വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആത്മീയ ഒരു പരിവേഷമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുക, അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഭയങ്കര ഒരു അനുഭവം. ചെറുപ്പം തൊട്ടുള്ള ഇങ്ങനെയുള്ള അവൻ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ബാബാതിരുമേനി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഒരു സന്തോഷം, അതുകൊണ്ടുണ്ടാകുന്ന ഒരു അക്കൗണ്ടബിലിറ്റി, ആ നാട്ടിലുള്ള എല്ലാവർക്കും അതുമൂലം ഉണ്ടാകാവുന്ന കുറച്ചും കൂടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു വശം. ഞാൻ ഈ തിരുമേനി ഒക്ടോബർ 14-ഉം 15-ഉമായിട്ട് ഒരു 3 പ്രസംഗങ്ങൾ അവിടെ നടത്തി. സാധാരണ ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ സാധാരണ മുഴങ്ങി കേൾക്കുന്നത് സിംഹാസനത്തിൽ വാണരുതെന്ന ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള വാക്കുകളൊന്നും കേട്ടില്ല. തിരുമേനിയുടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനിങ്ങനെ ഇന്ന് ചുമ്മാ നോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഉയരങ്ങളിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വലിയ ഇടയുടെ ജാഗ്രതയാണ് നാം പിന്തുടരേണ്ടത്. മക്കളോട് പറയുകയാണ്, നിരാലംബരെയും നിരാശ്രയരെയും ബന്ധിതരെയും പീഡിതരെയും അനാഥരെയും വിധവകളെയും ലോകത്തിൻ്റെ കളങ്കമിൽ ഏൽക്കാതെ ശുശ്രൂഷിപ്പാൻ അതിനാൽ നാം ബാധ്യസ്ഥരാകും. സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും വക്താക്കളായി നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ സ്നേഹപൂർവമായ പാരമ്പര്യത്തിൻ്റെ കണ്ണികളായി ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഈ 3 പ്രസംഗത്തിലും ഇദ്ദേഹത്തെ തന്നെയാണ് വീണ്ടും പല രീതിയിൽ ആ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാണ്, സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ
വളരെ പ്രയോജനം ചെയ്യും. ജാതി മതഭേദമില്ലെന്ന് എല്ലാവരോടും ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഒരു ഫംഗ്ഷൻ്റെ പാട്ടായിട്ടൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രസംഗം ഏതാണ്ട് 11-ാം തീയതി നവംബർ മാസം ഷാർജയിൽ ഒരു പ്രസംഗം സഭയുടെ ദൗത്യത്തെക്കുറിച്ചും ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള ചാരിറ്റി നടത്തുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ ടച്ച് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, സമർപ്പണ ബോധത്തോടെ എന്തെങ്കിലും പൂർണ്ണമായിട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതിൻ്റെ അർത്ഥം പിടികിട്ടി. കാരണം ഫിലിപ്പച്ചൻ പറഞ്ഞില്ല, തിരുമേനി 35-40 വർഷമായിട്ട് 17 സ്ഥാപനങ്ങളാണ് ഞാൻ ഈ മുമ്പ് പറഞ്ഞ സംഗതികളുടെ ഒക്കെ ആകത്തുകയായിട്ട് സ്വന്തമായിട്ട് സ്ഥാപിച്ച് സൈലൻ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. പറയാനുള്ളത് പറഞ്ഞ സ്വന്തത്തെക്കുറിച്ച്. പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. പഠിക്കാനായിട്ട് പണമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു കുഞ്ഞിന് നമ്മുടെ നാട്ടിൽ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടരുത്. അതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ നാട്ടിൽ നിന്ന് ചില ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി പുറത്തൊക്കെ പോയി ഉണ്ടായ ചിന്തയാണ്, യു ഹാവ് ടു ഗീവ് ബാക്ക് സംതിങ് ടു ദി സൊസൈറ്റി. കാരണം ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം ആരും പഠിക്കാതിരിക്കരുത് എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് ഈ ഐക്യൻ ചാരിറ്റീസിൻ്റെയൊക്കെ പിന്നിലുള്ള. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് ബാബ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ചിന്തയിലേക്ക് എവിടെയൊക്കെ ഒന്ന് ആലയം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ നാട്ടിലുള്ള ഒരു പ്രബല ചർച്ചിൽ തിരുമേനി പ്രസംഗിച്ചത് ഇങ്ങനെ കേട്ടു. അവിടെ സാധാരണ എല്ലാവരും ഒക്കെ ചെയ്യുന്നതിൽ അവിടെ 10-15 വീടിന് വേണ്ടിയുള്ള കുറച്ച് ധനസഹായമൊക്കെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കർത്താവ് യെരുശലേം ദേവാലയത്തിൽ പോയി പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒരു ലാംഗ്വേജാണ് ഞാൻ കേട്ടത് അവിടെ. കാരണം ഇവരെ വിളിച്ച് അപമാനിക്കരുത്, ഈ പണമൊന്നും കൊടുത്താൽ അവർക്ക് വീടൊന്നും ഉണ്ടാകുന്നില്ല, വീട് ഉണ്ടാക്കാനാണെങ്കിൽ പൂർണ്ണമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഈ പള്ളിയിലെ ഒരാളുടെ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ച് ഈ 15 പേർക്ക് വീടുണ്ടാക്കാം, ഈ വീടിൻ്റെ കൂതാശയ്ക്ക് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ ചില സത്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് കോട്ടയത്ത് തന്നെയുള്ള ഫിലിപ്പച്ചൻ്റെ ചെറിയ പള്ളിയിലെ പ്രസംഗം കേട്ടു. അവിടെ നമ്മുടെ ചിറമേലച്ചൻ, നമ്മുടെ കിഡ്നി സ്വന്തം അവയവം ദാനം ചെയ്ത് ചിറമേലച്ചനുണ്ടായിരുന്നു. അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബാബാതിരിമെന്ന് പറഞ്ഞു, അച്ഛൻ്റെ അടുത്തൊന്നും പറയാൻ ഞാൻ യോഗ്യനല്ല, കാരണം ഞാൻ എൻ്റെ അവയവം കൊണ്ട് ഞാൻ പിന്നെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഇത്രയും ചെയ്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ലഘൂകരിച്ച് പറയുകയാണ്, ഞാനൊരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, ഞാനൊന്നും ഇതിനൊന്നും ആദരവിനൊന്നും അർഹനൊന്നുമല്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മളിത് കേട്ടിരുന്നവർക്കെല്ലാം. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു പ്രസംഗമാണ് ഫെബ്രുവരി മാസം 16-ാം തീയതി മാരാമൺ കൺവെൻഷനിൽ അവിടെ ഒരു എക്യുമെനിക്കൽ സമ്മേളനമായിട്ട് അവിടെ പോയി ചെയ്തു. അവിടെ തിരുമേനി ഞാൻ ഗൾഫിലാണ്, ഞങ്ങൾ ഗൾഫിലുള്ളവർക്കുണ്ട് ഈ സുവിശേഷ പ്രസംഗമൊക്കെ ഒത്തിരി കേട്ട് ഇപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലായിരുന്നു. കാരണം പലപ്പോഴും തോന്നിയിട്ടുണ്ട് കർത്താവ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചിലരൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ ഈ മാരാമൺ കൺവെൻഷനിലെ പ്രസംഗത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ തന്നെ ഈ സ്നേഹിക്കണമെന്നൊരു നിയമം എവിടെയില്ല. നിയമം ഇത് ചെയ്യരുത് അത് ചെയ്യരുത്, പക്ഷേ സ്നേഹിക്കാൻ അവിടുത്തെ നിയമമില്ല, സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിയമപരമായി. ഒരു ചെറിയ കണ്ടത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നടത്തിയതാണ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ന് ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിസർച്ച് കൺഫ്യൂഷ്യസ്, ശ്രീബുദ്ധന്, സെന്റ് ബേസില് എത്രമാത്രം റിസർച്ചിൽ കൂടിയാണ് മാരാമൺ കൺവെൻഷൻ്റെ ആ ഒരു പ്രസംഗം. അതിന് മുമ്പായിട്ട് തിരുമേനിയുടെ 73-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഫെബ്രുവരി മാസം 12-ാം തീയതി. അന്ന് ഇപ്പോൾ ഈ നമ്മൾ സൗണ്ട് കേട്ട പൗലോസ് ബാബായുടെ നാമത്തിൽ സഹോദരൻ എന്നൊരു ചാരിറ്റി സ്റ്റാർട്ട് ചെയ്തു. ആ സഹോദരൻ എന്നുള്ള മീനിങ്ങിന് ഒത്തിരി അപ്പം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വേണമായിക്കോട് പറയാം, ഒരുപാട് മനുഷ്യനെ കിട്ടാനും കാര്യം, കാരണം ഇതൊന്നും ചെയ്യാത്തൊരു മനുഷ്യരല്ല. അത് എൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഇതാണ്, അടുത്ത തിരുമേനിക്ക് 73 വയസ്സെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അടുത്ത 10 വർഷം കൊണ്ട് ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ. 10 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഈ മലങ്കര സഭയെന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ NGO ആകാൻ പോകും. കാരണം നമ്മൾ ഓർക്കണം, തിരുവല്ല പോലൊരു സ്ഥലത്ത് മാത്രം ബാങ്കുകളിൽ ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന പണം 300 കോടി. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് അവിടെയെല്ലാം ഐഡിയലായിട്ട് കിടക്കാൻ മനുഷ്യർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് മക്കൾക്കും വേണ്ട, ഇതെല്ലാം ഐഡിയലായിട്ടൊക്കെ പോകും. കാരണം
തിരുമേനിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കാരണം അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. തിരുമേനി 30-35 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്കറിയാത്ത റഷ്യയിൽ പോയി പഠിച്ചിട്ട് റഷ്യൻ ലാംഗ്വേജിലാണ് തീസിസ് സബ്മിറ്റ് ചെയ്തു. ഇറ്റലിയിൽ പോയി പഠിച്ചു ഡോക്ടറേറ്റ്, അവിടെ തീസിസ് സബ്മിറ്റ് അവിടുത്തെ ലാംഗ്വേജിലാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. 35 വർഷമായിട്ട് ക്രൈസ്റ്റോളജി പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ക്രിസ്തു ശാസ്ത്രം എന്നൊക്കെ പറയുന്നതാണ് അദ്ദേഹം പഠിപ്പിക്കുകയും ഈ തപസ്സിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ എന്നെപ്പോലുള്ളവരൊക്കെ ഞാൻ അവിടുത്തെ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഞാൻ തിരുമേനിയുടെ പ്രസംഗം എവിടെയും വിടാറില്ല. എൻ്റെ മക്കളെയൊക്കെ കേൾപ്പിക്കും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞാനത് എടുത്തു പറയാൻ കാര്യം ഇത് നിങ്ങൾ കേൾക്കണം. മാത്യൂസ് തൃതീയൻ ബാവ ഓർത്തഡോക്സ് സഭ എന്നൊക്കെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും ഒരിടത്തും കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് സൂചിപ്പിച്ചതിൻ്റെ കാരണം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഐക്യം ചാരിറ്റി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈ തിരുമേനിയൊക്കെ ഇപ്പോൾ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് അരമനയിൽ സറാഫി തിരുമേനി തിരുമേനിയുടെ ഇതൊക്കെ തിരുമേനി കഴിഞ്ഞ 4 മാസമായുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരി 12 എന്ന് പറയുന്ന 4 മാസം കൊണ്ട് സഹോദരൻ ഇവിടെ ജനിച്ചു. അതിൻ്റെ പാനം അറിയാവുന്നവരൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ഞങ്ങളൊക്കെ ഈ അണ്ണാറക്കണ്ണനും തന്നാലായെന്നൊക്കെ പറയുന്ന കൊച്ചു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ വളരെ ആവേശം കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നുള്ള വ്യക്തി എന്ന് പറയുന്നത് പൊതുവെ സമൂഹവും സഭയും എല്ലാം ഈ ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടെ ഒന്നിച്ച് സഹോദരങ്ങളായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു നേതൃത്വം പരിശുദ്ധ ബാബാ തിരുമേനിയിൽ കൂടെ ഞാൻ മൊത്തമൊന്നും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് കേരളത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ഐക്യനെ കുറിച്ച് പറഞ്ഞു. ഞാനിതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം കുഞ്ഞുങ്ങളോട് ഞാൻ പറയണം. ഞാനിത് പറയാൻ കാര്യം നന്മ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. കൊച്ചു കാര്യം ഇത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. നമ്മുടെ ഒരു ട്രെയിനിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബർത്ത് ലോവർ ബർത്താണ്. പ്രായമുള്ള ഒരാൾ കയറി വിടുന്നു. നിങ്ങൾ വേറെ ആരും പറയാതെ നിങ്ങളുടെ മനസ്സിൽ ആ ബർത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് ഒരാൾ കയറി വരുമ്പോൾ നിങ്ങൾ സീറ്റൊന്ന് ഓഫർ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണ് അതിൻ്റെ ടെസ്റ്റ്. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. തമ്പുരാൻ നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഞങ്ങളൊക്കെ വളരെ സാധാരണക്കാരും ബലഹീനരായ പാപികളായ മനുഷ്യരാകട്ടെ. പക്ഷെ തമ്പുരാൻ അപ്പനും അമ്മയും കാണിച്ചു തന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഒരു 20 വർഷത്തോളം ഞാൻ OGC വർക്ക് ചെയ്ത് എഴുതുകയും തമ്പുരാൻ എടുത്തിട്ട് പിന്നെ അബുദാബിയിൽ ഒരു നല്ല കമ്പനി വർക്ക് ചെയ്തു. അവിടെയെല്ലാം എൻ്റെയൊക്കെ ടെസ്റ്റ് കേസാണ്. കാരണം നമ്മൾ വലിയ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ടെസ്റ്റ് വരും. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്നുള്ളത്. എനിക്കൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അപ്പൻ ഈ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് വളരെ ക്ലിയറാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യം. ഈ ഐക്യൻ ചാരിറ്റിയും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റുമായിട്ടുള്ള 2012 നമ്മൾ ഒരു കുട്ടി അവിടെ തുടങ്ങി. ഇടുക്കിയിൽ 2015 തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. അങ്ങനെ ഇടുക്കിയാണല്ലോ അണ്ടർ ഡെവലപ്ഡ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മലബാറിൽ പോയി. കാരണം കേരളത്തിൻ്റെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലേസിലുള്ള നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഉടനൊന്നും തരാൻ പറ്റത്തില്ല. പക്ഷേ ഒന്ന് വിളിച്ച് നിങ്ങളെ ഒന്ന് ആദരിക്കുക, അതാണ്. അപ്പോൾ ഞാനിത് നോക്കുമായിരുന്നു. ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റിൻ്റെ അണ്ടറിൽ കഴിഞ്ഞ 7-9 വർഷമായി 1221 കുഞ്ഞുങ്ങൾക്ക് എൻ്റെ എമൗണ്ട് പറയുന്ന ആർക്കും ഇഷ്ടമില്ല. എന്നാലും ഞാൻ നമ്മുടെ ഒരു ഇൻ്റേണൽ സദസ്സായിരുന്നു. ഏതാണ്ട് ഒരു 128 ലക്ഷം രൂപ ഇതിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനൊക്കെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിട്ടാണ് സഭയുടെ ആ പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് കേട്ടോ. ഈ പിതാവിനെ പോലെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പൗലോസിന്റെയും ബാവായ. കാരണം അദ്ദേഹം തിരക്കൊക്കെ ആണെങ്കിൽ പോലും എനിക്കറിയത്തില്ല എങ്ങനെ അത്ര സമയം ഇതിനു വേണ്ടിയൊക്കെ തരാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രസൻസ് അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ശക്തി. വേറെ ഒന്നും ചെയ്യണം. ഞാൻ ഇതിൻ്റെ പേരിൽ തിരുമേനിയുടെ അടുത്ത് ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. തിരുമേനി മലബാറിൻ്റെ ഇടുക്കിയിലെ ചേർന്ന് മലബാറിൽ 2 പ്രാവശ്യം നടന്നു. തിരുമേനി അവിടെ തന്നെ കോളേജിൽ നിന്ന് യാത്ര ചെയ്ത് വന്നു, ഇടുക്കിയിൽ വന്നു. ഇതൊക്കെ കാണിക്കുന്നത് നമ്മളുണ്ടല്ലോ, ഓരോ വ്യക്തികളുടെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി സംഗതികൾ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കുഞ്ഞുങ്ങളെ അതുപോലെ ഇവിടെ നമ്മുടെ വണ്ണാട്ട് സാറും മറ്റ് ശ്രേഷ്ഠമായിട്ടുള്ള ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലെസ്സിങ്സ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യതയേ ഉള്ളൂ. ഈ ഐക്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റാണ്. ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു, ഞാൻ റിട്ടയറായി വന്നു കുറച്ച് ആളുകൾ ദൈവം അനുവദിച്ച കുറച്ച് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കിലൊക്കെ നടക്കുന്നു. പക്ഷേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിതൊരു മൂവ്മെൻറ്റ്. പക്ഷേ ഈ സഭ തിരുമേനിയെപ്പോലുള്ളവർക്ക് ബാക്കിൽ നിന്ന്
എനർജി കൊടുക്കുക. ഒരു ബാറ്ററി ആയിട്ട് വർക്ക് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് തിന്മരിയ കസാരയിൽ തിന്മരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ കുടുംബങ്ങളെല്ലാം ട്രസ്റ്റായിട്ട് പബ്ലിക് ട്രസ്റ്റായിട്ട് മാറും. ഈ കുടുംബങ്ങളുടെ നമ്മളെല്ലാം പറയില്ല, നമ്മൾ ഇന്ന് കുടുംബം ഇതെല്ലാം പബ്ലിക് ട്രസ്റ്റായിട്ട് മാറിയിട്ട് ആ ട്രസ്റ്റുകളെല്ലാം ഈ സഹോദര പ്ലാറ്റ്ഫോമിൽ കൂടെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നമുക്ക് ഈ സമൂഹത്തിലുള്ള വേദനകളെല്ലാം അകറ്റണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളുടെ 98 പേരുടെയും സെൽഫ് അപ്രൈസൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എഴുതി വായിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പറയാം. നിങ്ങൾ ഇതൊരു സാമ്പത്തിക സഹായമല്ല. വൈ ഐ ഡിസേർവ് ഐക്കൺ എക്സലൻസ് അവാർഡ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് എഴുതണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഫ്യൂച്ചറിലേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എന്നറിയാം നിങ്ങൾ പറയണം. അതുകൂടാതെ എനിക്ക് വളരെ നിങ്ങളുടെ ആ 98 പേര് ഇവിടെയുള്ളവരുടെ എനിക്ക് നല്ലതായിട്ട് അറിയാം. എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളുമാണ്. നിങ്ങളുടെ പേരൻസ് എല്ലാം വളരെ ഭാഗ്യമുള്ളവരാണ് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ അയലോകത്തുള്ള കുഞ്ഞ് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തുകൊണ്ട് അതിന് പോകരുത്. നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് ജോലി സാധ്യത അനുസരിച്ച് മുന്നോട്ട് നിങ്ങൾ ഏത് സ്ഥാനത്ത് എത്തണമെന്നുള്ളതൊക്കെ ചിന്തിച്ച് വേണം. ഞാൻ ഇന്നലെ കോഴിക്കോട്ട് പിള്ളേരോട് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ൽ ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ച് കുറച്ചും അറിവുള്ള ഒരു 5 പേരുടെ അഭിപ്രായം ചോദിച്ചിരിക്കും. അല്ലാതെ നിങ്ങളുടെ ചാൻസ് എടുക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ അതുകൊണ്ടാണ് ഇന്ന് ഒരു ക്ലാസ് എടുത്തു. MPC കോളേജിലെ ടീച്ചേഴ്സൊന്നും അതൊക്കെ അച്ഛനൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്ന. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടെ പരിശുദ്ധ ബാബാതിരുമേനിക്ക് ഈ യോഗത്തിൽ വരാനും ഞങ്ങളെല്ലാം അനുഗ്രഹിക്കാനുള്ള ആ മനസ്സ് ആ സമയത്തിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന പ്രസംഗമാണ്. മലങ്കര സഭയിൽ പാവങ്ങളുടെ പടത്തലവന്മാർ എന്നറിയപ്പെട്ടിരുന്ന പത്രോസ് മാർ ഉസ്താദ് തിരുമേനിയുടെയും പരിശുദ്ധ ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനിയുടെയും കാൽപ്പാടുകൾ പിന്തുടർന്ന അവരുടെ ജീവിത മൂല്യങ്ങൾ മനസ്സിൽ സന്നിവേശിപ്പിച്ച് ജാതി മത വർണ്ണ വൈചാര്യങ്ങൾക്ക് അതീതമായി സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ നിലാവെളിച്ചമായി ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന മലങ്കര സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ സഭയുടെ മഹിതാചാര്യൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബാ തിരുമേനി ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് സൗരഭ്യ സമ്പൂർണ്ണമാക്കി തീർത്തിരിക്കുന്നു. പരിശുദ്ധ പിതാവിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം പരിശുദ്ധ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതായിരിക്കും.
സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച സഭയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് ഡയറക്ടർ പ്രധാനപ്പെട്ട ഐക്യൻ ചാരിറ്റീസിൻ്റെ പ്രധാന പ്രവർത്തകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന സഭാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പ്രധാനപ്പെട്ട പ്രൊഫസർ ജേക്കബ് പെരുമാനാട്, വിഭാഷണ സെന്ററിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഡോക്ടർ ജോസഫ് റീസാറ്, നവജോതി ഹോംസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സുനീതരൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, ഐക്യൻ ചാരിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതായ ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ഞങ്ങളൊരു പ്രദേശക്കാരാണ്, ജനങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് അബുദാബിയിൽ വെച്ചാണ്. വളരെ വർഷങ്ങളായി ഐക്യൻ ചാരിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം ഇന്ന് അബുദാബിയിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇതിൻ്റെ പ്രവർത്തനത്തിൽ സമയവും വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഐക്യൻ ചാരിറ്റീസിൻ്റെ കുറേയേറെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിന് സഹകരിക്കുന്നവർ ആരെയും നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ നിശബ്ദമായ ഒരു സേവനം നടത്തുന്ന നൂറുകണക്കിന് ആളുകൾ സ്വദേശത്തും വിദേശത്തും, പ്രത്യേകിച്ച് വിദേശത്ത് ഉണ്ട്. യാതൊരു പരസ്യവും ആവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്നത് ആരും അറിയണ്ട എന്ന് വിചാരിച്ച് ഈ ഐക്യൻ ചാരിറ്റീസിലേക്ക് അവരുടെ ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താതെ സംഭാവനകൾ തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതിൻ്റെ ഒരു വലിയ സന്ദേശം കർത്താവ് പറഞ്ഞതുപോലെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്നുള്ളതായ താല്പര്യത്തോടുകൂടി ചെയ്യുന്നവരാണ്. പല സന്ദർഭങ്ങളിലും ഇടുക്കി ഭദ്രാസനത്തിലും മലബാർ ഭദ്രാസനത്തിലും ഒക്കെ ഐക്യൻ ചാരിറ്റീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ എനിക്കും സംബന്ധിക്കാൻ സാധിച്ചു. വലിയ കാര്യങ്ങളൊന്നുമല്ല എങ്കിൽ പോലും ചെറിയൊരു തുകയാണെങ്കിലും അത് സ്വീകരിക്കുന്നതായ സമയത്ത് ആ വിദ്യാർത്ഥികളുടെ മുഖത്ത് കാണുന്നതായ പ്രസംഗ അവരുടെ മാതാപിതാക്കൾക്കുള്ള ഒരു ആശ്വാസം എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലോകത്തിന് നൽകാനുള്ള വലിയ സന്ദേശം. വേദനിക്കുന്ന മനസ്സിന് ഒരാശ്വാസം നൽകും. പ്രയാസത്തിലും കഷ്ടതയിലും വളർന്നു വന്നവർക്ക് മാത്രമേ പ്രയാസങ്ങളും കഷ്ടതകളും എന്താണെന്ന്, അതിലുള്ള ആശ്വാസത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുക. അത് അനേകം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് നിശ്ചയമായും അവരുടെ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ ഇതിൽ നിന്ന് വളരെയധികം ദൂരം യാത്ര ചെയ്യാനായിട്ട് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിൽ കൂടി നമ്മെ ഓർമ്മിക്കുന്നു.
നിന്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതിൽ സകല പ്രവാചകന്മാരും ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു എന്നാണ്. നല്ല അയൽക്കാരൻ ആരാണെന്ന് പറയാനായിട്ട് നല്ല ശമറിയാക്കാരൻ്റെ ഓർമ്മ പറയുമ്പോൾ അതിൽ ആ ശമറിയാക്കാരൻ്റെ ഡെഡിക്കേഷൻ എന്താണ്? മുറിവേറ്റകളെന്ന മനുഷ്യനെ പോയി ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല, വഴിയമ്പലത്തിൽ ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സർവവും അവിടെ കൊടുത്തു. ഇത്രയും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് മുഴുവനായിട്ട് കൊടുത്തു. ഇവനെ പരിചരിക്കാനുള്ള ചെലവ്. അദ്ദേഹം വഴിയാത്ര പോവുകയാണ്. ഞാനിനി ഇതിന് കൂടുതൽ എന്തെങ്കിലും ഇവൻ്റെ പരിചരണത്തിന് ചിലവായിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തരാം. അതെവിടുന്നാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല, ഉള്ള മുഴുവൻ കൊടുത്തു. ഈ പോകുന്ന വഴിക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ, എവിടെന്നെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിവിടെ കൊണ്ട് കൊടുത്തോളാം. കർത്താവ് ചോദിച്ചു, ഈ അയൽക്കാരനാണ് നല്ല എൻ്റെ അയൽക്കാരനാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതായി. നീയും പോയി അങ്ങനെ ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് ചാരിറ്റി ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒക്കെ ഒരു എന്തോ അഭിമാനമാണോ അതോ സന്തോഷമാണോ എന്നൊക്കെ അറിയില്ല. ഏതായിരുന്നാലും കർത്താവ് പഠിപ്പിക്കുന്നതായ ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്വർഗത്തിലുള്ളവനായ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി അനുഗ്രഹിക്കല്ല ചെയ്തത്. ദൈവത്തിനത് സാധിക്കുമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നത് പറയുന്നു. നേരെ മറിച്ച് മനുഷ്യനായി വന്ന് മനുഷ്യനെ പോലെ ജീവിച്ച് ആ മനുഷ്യൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്ന് മനുഷ്യനെ രക്ഷിച്ചു എന്നുള്ളത്. തനിക്കുണ്ടായിരുന്ന സർവവും ഈ മനുഷ്യന് നൽകി ആ മനുഷ്യനോട് താതാത്മ്യപ്പെട്ട് ജീവിച്ചു എന്നുള്ളത്. അപ്പോൾ ആ താതാത്മ്യപ്പെട്ട് ജീവിക്കുന്നതായ അനുഭവത്തിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിന്നെയും ബഹുദൂരം യാത്ര ചെയ്യാനും ഈ ഐക്കൺ ചാരിറ്റി മുഖാന്തരമായി നൽകുന്ന സന്ദേശം ഇതിന് ലഭിക്കുന്നതായ ആ പണമോ സഹായമോ അത് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുക, നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന് ഇതൊരു സന്ദേശമാണ്. നിങ്ങൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടി, നിങ്ങൾക്കും എന്തെങ്കിലും വരുമാനം ഉണ്ടാകുമ്പോൾ ഇത് പാവപ്പെട്ടവരോട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സന്ദേശം ഐക്കൺ ചാരിറ്റി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കണമെന്നുള്ളതായ സന്ദേശമാണ് ഇതിൽ കൂടി നമുക്ക് നൽകുന്നത്. അതാണ് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടത്. ഇപ്പോൾ ഇവിടെ തരുന്ന 5000, 10,000, 50,000 രൂപ, ആ 50,000-ത്തിനോ 5,000-ത്തിനോ 10,000-ത്തിനോ രൂപയ്ക്ക് അതീതമാണ് ഇതിനൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട ജോർജ് ബ്രൗൺ അതുപോലെ അച്ഛനൊക്കെ പറഞ്ഞു, ചാരിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനെന്നുള്ളത് എനിക്ക് അതിനെ ചാരിറ്റി എന്നൊന്നും വിളിക്കാനുള്ളതായിരിക്കുന്ന യോഗ്യതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ലതായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ മേശയുടെ അടുത്ത് വരുന്ന പട്ടിക്കുഞ്ഞിന് അപ്പകഷ്ണത്തിലാണെങ്കിൽ ഒരു ചെറുതായിട്ടെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ആ രീതിയിലുള്ളതായ ചാരിറ്റി അല്ലാതെ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിലൊക്കെ നമുക്ക് വളരണം. അതിൽ നിന്ന് വളർന്ന് നമുക്കുള്ളത് മുഴുവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കുന്ന നല്ല ശമറിയാക്കാരനെ പോലെ നമ്മളാകണമെങ്കിൽ ഇനി ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്.
ചെറിയ നമ്മുടെ ഉച്ഛിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സർപ്ലസ് ആയിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട എന്ന് തോന്നുന്നത് ഒക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് സായുജ്യമണയുന്ന അവസ്ഥയിൽ മാറും. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് നിനക്കൊന്നുമില്ലാതെ നിനക്കുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. ആ അവസ്ഥയിലേക്ക് വളരണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ബഹുദൂര യാത്രയാണ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? സാധാരണ ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് വന്നാൽ അവൻ എന്തെങ്കിലും കൈനീട്ടി ചോദിച്ചാൽ പോക്കറ്റിൽ കൈയിട്ട് ഏറ്റവും ചെറിയ നാണയം ഏതാണെന്ന് നോക്കിയിട്ട് അല്ലെ നമ്മുടെ പേഴ്സിലുള്ളതിൽ ഏറ്റവും ചെറിയ നോട്ടെടുത്ത് അവൻ കൊടുത്തു. എന്തിന്? ടു അവോയ്ഡ് ദ ഇഗ്നോറൻസ്. നമുക്ക് ശല്യം ഒഴിവാക്കുക എന്നുള്ളതായ ചാരിറ്റിയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശല്യം ഒഴിവാക്കുന്ന ചാരിറ്റിയിൽ നിന്ന് നമ്മളൊന്ന് വളരേണ്ടത് മുഴുവനായും എനിക്കുള്ളത് മുഴുവനായും ആവശ്യപ്പെടുന്നതിന് മുഴുവനായും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരുമ്പോഴാണ് നമ്മൾ ചാരിറ്റി എന്ന് പറയുന്ന വാക്കിനർത്ഥം സ്നേഹമെന്നാണ്. നമ്മൾ സ്നേഹിതരാണ്, അല്ലെങ്കിൽ നമ്മൾ സഹോദരങ്ങളായിത്തീരുന്നു. സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ എനിക്കുള്ളത് സഹോദരനുള്ളത് ഈക്വലാണ്. എനിക്ക് 5 രൂപ ആണ്, സഹോദരന് 5 രൂപ ഉണ്ടെങ്കിൽ അതാണ് ഈക്വലാണ്. എനിക്ക് 50,000 രൂപ ഉണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഉള്ളപ്പോൾ സഹോദരൻ 5 രൂപ ഞാൻ കൊടുത്താൽ ഞാനും സഹോദരൻ ഈക്വലല്ല. കർത്താവ് അത് പ്രതീക്ഷിക്കുന്നുമില്ല. അതിനല്ല കർത്താവ് സ്വർഗത്തിൽ താഴ്വപ്പെടുന്നത്. അപ്പം നമുക്കെപ്പോഴും മുകളിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു ചാരിറ്റിയെ നമ്മൾ ഇന്നും പഠിച്ചിട്ടുണ്ട്. അത് മാറി നമുക്കുള്ളത് മുഴുവനും പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ മനുഷ്യജാതി മുഴുവൻ മാറണം. അത് ഞാനും നിങ്ങളുമാണ്. കാരണം നിന്നെപ്പോലെ തന്നെ നിന്നെ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് യഹൂദനെ സ്നേഹിക്കണമെന്നോ അല്ല പറഞ്ഞു. ലോകത്തുള്ള മനുഷ്യർ മുഴുവനും സഹോദരങ്ങളാണ്. അവർക്ക് മുഴുവനുമായില്ല നമുക്കുള്ളത് മുഴുവനും പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് വളരണം. ആ വളർച്ചയാണ് കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താൽക്കാലികമായിരിക്കുന്നതോ ചെറുതായിരിക്കുന്നതോ അവസ്ഥ അങ്ങനെ താല്പര്യപ്പെടുന്ന കുറേ ആളുകൾ, അതിനുവേണ്ടി ശ്രമിക്കുന്ന കുറേ ആളുകളാണ് ഈ ഐക്യ ചാരിറ്റീസിൻ്റെ പുറകിൽ നിൽക്കുന്നത്. അവർക്കുള്ളതായിരിക്കുന്നത് മുഴുവനും കൊടുക്കാനുള്ളതാണ്. ഞാനൊരിക്കൽ ദുബായിൽ ചെന്ന് കഴിയുമ്പോൾ ദുബായിലൊരു വിശേഷം എന്ന് പറയുന്നത് വലിയൊരു കെട്ടിടം, പഴയ കെട്ടിടം, ഗവൺമെൻറ് കെട്ടിടം, പഴയ കെട്ടിടം, ലിഫ്റ്റൊന്നുമില്ല, 7 നില കയറിയാണ്. ചന്ദ്രബാബു 7 നില കയറിയാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഒരാളിനെ കാണാൻ പറ്റും. 94 കുറച്ചുകൂടെ ആരോഗ്യമുണ്ടായിരുന്നു. 7 നില കയറാൻ നമുക്ക് പ്രയാസമുണ്ട്. 7 നില കയറി മുകളിൽ ചെന്നതായ സമയത്ത് ഞാൻ അതിശയം പറയുന്നു. എനിക്ക് ദുബായ് പള്ളിയിൽ നിന്ന് അന്ന് വരെ ദിവസം ഞാൻ 3-4 ദിവസമേ അവിടെ ദുബായ് പള്ളി ചെന്ന് കഴിഞ്ഞു. ആ 5 ദിവസമായിട്ട് ദുബായ് പള്ളിയിൽ പലരും അന്ന് എന്നെ കാണുകയും സംഭാവന ചെയ്യുകയും ചെയ്തതിൻ്റെ ഇരട്ടി തുക ഒരു മനുഷ്യൻ എൻ്റെ കയ്യിൽ. എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എൻ്റെ കണ്ണ് അങ്ങ് തുറന്നു. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം ഇത് പറഞ്ഞ് ഇത്രയുണ്ട് എന്ന് പറഞ്ഞ ടൈമിൽ ഒരു 2 ഇരട്ടി തുക അതുവരെ 3-4 ദിവസമായി നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ പലരും കൊണ്ട് തന്നതിൻ്റെ ഇരട്ടി ഒറ്റ മനുഷ്യന് ചോദിച്ചു പറഞ്ഞു, ഇത് എൻ്റെ ദശാംശമാണ്. ഈ വർഷത്തെ എൻ്റെ ദശാംശം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു
ആർക്കും കൊടുക്കാൻ ആരെയും എനിക്ക് അടുത്ത് പോയി സ്വന്തം ജോലി ചെയ്താണ് കൊടുക്കാൻ ആരും വന്നില്ല. ആദ്യം വന്നത് തിരുമേനി, അവിടെ തിരുമേനി കയറിയാണ്. തുക എന്താണെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നില്ല. ഏതായാലും ഇത് ഓർമ്മയുണ്ട്, ഇരട്ടി തുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ദശാംശം എന്ന് പറയുന്നത് അവരുടെ മുഴുവനും ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത് മുഴുവനും ദൈവത്തിനെന്ന് കൊടുക്കണമെന്നോ അത് കൊടുക്കുന്ന അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് ഞാൻ പറയുന്നു. വേറൊന്നും വേണ്ട. മലങ്കര സഭയിൽ ഇല്ലാത്തവരും കൂടെയുണ്ട്. മലങ്കര സഭയുടെ മക്കളെല്ലാവരും ദശാംശം കൊടുത്താൽ അയ്യോ ഈ ലോകത്തിൽ എന്തെല്ലാം നന്മയാണ്. ദശാംശം കൂടിയിട്ട് 10,000-1 പോലും സംഭാവനയായി കൊടുക്കുന്നു. 10,000-1 പോലും ആരും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ 10,000-1 നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനിയും ആ 10,000-ആയി വളരണമെങ്കിൽ ബഹുദൂരം യാത്ര ചെയ്യാൻ. അങ്ങനെ ബഹുദൂരം യാത്ര ചെയ്ത് വരുമ്പോഴാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതായ വചനത്തിലേക്ക് നമ്മൾ പോകുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോട് ഓർമ്മിക്കുകയുണ്ടായി, ചെറിയൊരു കാലഘട്ടമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്താണ്? ഈ ചെറിയ കാലഘട്ടം കൊണ്ട് വലിയ കാലഘട്ടത്തെ സമ്പാദിക്കാനാണ്. ചെറിയ കാലഘട്ടം കൊണ്ട് രോഗിയായിരുന്നു, നീ എനിക്ക് മരുന്ന് നൽകി, ഭക്ഷണമില്ലായിരുന്നു, നീ എനിക്ക് ഭക്ഷണം നൽകി. അതുകൊണ്ട് പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ചെറിയൊരു കാലഘട്ടം ഈ ലോകത്ത് തന്നതുകൊണ്ട് വളരെ വലിയ കാലഘട്ടത്തെ സമ്പാദിക്കാൻ ദൈവം തന്നിരിക്കുന്ന സുവർണ അവസരമാണ് ഈ ലോകമെന്ന് പറയും. അത് ഉപയോഗിക്കാനും അത് പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിയണം. അതാണ് ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഓർക്കുവാൻ ഇടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉപഭോക്താക്കളായി ഇരുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും വളർച്ചയും ഉണ്ടാവട്ടെ. ഈ സമൂഹത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്ന നല്ല മക്കളായി വളരട്ടെ എന്ന് മാത്രം ആശംസിക്കും. ഇതിനെ തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അനുഗ്രഹ വചസ്സുകൾ കൊണ്ട് നമ്മെ ധന്യരാക്കി തീർത്ത പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹവും ആദരവും ആ തൃപ്പാദത്തിൽ തൃപ്തിയാദരവും സമർപ്പിച്ചുകൊള്ളുന്നു. മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും കോട്ടയം ബെസേലിയസ് കോളേജ്, പാമ്പാടി KG കോളേജ് എന്നീ കോളേജുകളുടെ മുൻ പ്രിൻസിപ്പലും മംഗളം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പലും അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറിനെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, സമാരാധ്യരെ, സ്നേഹിതരെ, 2005 മുതൽ 17 സംവത്സരങ്ങളായി സ്തുത്യർഹമായ സേവനം നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഐക്കോൺ ചാരിറ്റീസ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ഏറെ കുട്ടികളെ കൈപിടിച്ചുയർത്താൻ ഈ കാലയളവിൽ ഐക്കോൺ ചാരിറ്റീസിന് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ഒക്കെ കൈവന്ന, മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ദാനമായി നൽകിയ ആളുകൾ അവരുടെ ഒരു സ്തോത്ര കാഴ്ചയായി സമൂഹത്തിലെ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരനുഭവമാണ് ഐക്കോൺ ചാരിറ്റീസിലൂടെ ഉണ്ടാകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ടിരുന്ന പുസ്തകമാണ് അൺടു ദിസ് ലാസ്റ്റ്. ജോൺ റസ്കിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിന്റെ ടൈറ്റിൽ അൺടു
ടു ദിസ് ലാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പരിചയം തോന്നില്ല. പക്ഷേ ബൈബിളിലെ വാക്യം നിങ്ങൾക്കറിയാം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ എനിക്ക് ചെയ്തതാകുന്നു എന്ന് പറയുന്ന യേശുവിന്റെ വചനത്തിന്റെ തുടക്കം, ഇംഗ്ലീഷിലെ വിവർത്തനം തുടങ്ങുന്നതാണ് അൺടു ദിസ് ലാസ്റ്റ്. അപ്പോ ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നതൊക്കെ യേശുദേവന് സമർപ്പിക്കുന്ന കാഴ്ചയാണ് എന്നുള്ള തിരിച്ചറിവിൽ ഐക്കോൺ ചാരിറ്റീസിന്റെ പ്രവർത്തകർ നടത്തുന്ന ഒരു വലിയ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഈ വിദ്യാഭ്യാസ ധന സഹായ പദ്ധതിയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമൊക്കെ. ഇന്ന് വലിയ വലിയ കമ്പനികൾ ഒക്കെ അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു IT സ്ഥാപനം നന്നായി പ്രവർത്തിച്ച് കോടിക്കണക്കിന് പണം ലാഭമുണ്ടാക്കുന്നു. അപ്പോ അതിന്റെ ഒരു ലാഭത്തിന്റെ വിഹിതം സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് പകർന്നു നൽകുക എന്നുള്ളത് ആ ഒരു വലിയ ഫിലോസഫിയാണ് CSRലൂടെ നിറവേറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഐക്കോൺ ചാരിറ്റീസ് അനുഷ്ഠിക്കുന്ന ഈ വലിയ സേവനത്തെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നു. പല പ്രാവശ്യം ഇതുപോലെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ചടങ്ങിലൊക്കെ വന്ന് സംബന്ധിക്കാൻ ഇടയായിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ജഗദീശ്വരൻ തുടർന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്ന് ഗുണഭോക്താക്കളായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കുട്ടികളോടാണ് എനിക്കൊരു വാക്ക് പറയുവാനുള്ളത്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവര് പലപ്പോഴും അവർക്കൊരു ഡിഫിഡൻസ് ഉണ്ട്. വലിയ സ്വപ്നങ്ങൾ ഞങ്ങൾക്കാവുമോ, വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടാൻ ഞങ്ങൾക്കാവുമോ എന്നുള്ള കാര്യത്തിലൊരു ആത്മവിശ്വാസക്കുറവ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് പഠിപ്പിച്ച മഹാനായ ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു നമുക്ക്, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിയായി ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. 2001 പാമ്പാടി കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് എന്നെ നിയോഗിച്ചപ്പോ അതിന് ഉള്ള ഒരു പരിശീലന കളരിയിലേക്ക് അയച്ചു. ബാംഗ്ലൂരിലെ ഒരു കത്തോലിക്ക സെമിനാരിയിൽ ഒത്തിരി കത്തോലിക്ക സ്ഥാപനങ്ങളിൽ നിന്നുള്ള വൈസ് പ്രിൻസിപ്പലന്മാരും നിയുക്ത പ്രിൻസിപ്പലന്മാരും ഒക്കെ വന്ന് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു. അവിടെ പഠിപ്പിക്കാൻ ഒരു ദിവസം കടന്നു വന്നത് നീല സഫാരി സ്യൂട്ട് ഇട്ട ഒരു തലമുടിയൊക്കെ പറത്തിയിട്ട ഒരാള്. അദ്ദേഹം വന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി. മൈ നെയിം ഈസ് APJ അബ്ദുൽ കലാം. I am the chief scientific advisor to the government of India. അദ്ദേഹം ക്ലാസ് തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകൾ ഇപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, when I had a shirt, I didn't have a pair of trousers. When I had a pair of trousers, I didn't have a shirt. ഷർട്ട് ഉള്ളപ്പോൾ പാന്റ് ഇല്ല, പാന്റ് ഉള്ളപ്പോൾ ഷർട്ട് ഇല്ലതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, when India became independent on 15th August midnight 1947, I wanted to listen to the historic speech the first Prime Minister Jawaharlal Nehru made to the nation. But in my home there was neither a transistor nor a radio, so I had to trudge along 5 kilometers to my teacher's place in order to listen to that historic speech. പ്രിയപ്പെട്ടവരെ, ഷർട്ടുള്ളപ്പോ പാന്റില്ലാത്ത, പാന്റുള്ളപ്പോ ഷർട്ടില്ലാത്ത, സ്വന്തം വീട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ ഇല്ലാതിരുന്ന APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപതിയായി തീരാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊക്കെ സാധിക്കും. വലിയ സ്വപ്നങ്ങൾ കാണണം. അദ്ദേഹം എപ്പോഴും നമ്മളോട് പറയുമായിരുന്നു, സ്മോൾ എയിം ഈസ് എ ക്രൈം. ചെറിയ സ്വപ്നങ്ങൾ കുറ്റകരമാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. എയിം അപ്പോൺ ദ സ്റ്റാർസ്, യു മേ ക്ലൈം അപ്പോൺ എ ട്രീ. നക്ഷത്രപ്പൊക്കം ലാക്കാക്കിയാലേ ഒരു തെങ്ങിന്റെ ഉയരമെങ്കിലും നമുക്ക് കയറാനൊക്കെ. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കണ്ട് മുന്നേറുക. അതുപോലെ നിങ്ങൾ ജീവിതത്തിന്റെ
വഴിത്താരകളിലൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ ഓർക്കുക, അൺടു ദിസ് ലാസ്റ്റ്, ഈ ചെറിയവരിൽ ഒരുത്തന് എന്നാലാവുന്നത് ചെയ്തു കൊടുക്കുക. ഐക്കോൺ ചാരിറ്റീസിന്റെ ദൗത്യം തലമുറകളിലായിട്ട് കൈമാറുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഓണാർട്ട് സാറിൻ്റെ ചിന്തോദ്ദീപകമായ സന്ദേശത്തിന് പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി വികസന ഇമോഷണൽ സപ്പോർട്ട് സെന്റർ ഡയറക്ടർ ഡോക്ടർ ജോസഫ് പി വർഗീസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, എബ്രഹാം സാർ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. ഇന്ന് നടന്ന പല പ്രസംഗങ്ങളിൽ കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ സഭയുടെ മേലധ്യക്ഷനിൽ നിന്ന് ഈ ഒരു അവാർഡ്, എക്സലൻസ് അവാർഡ് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ പോലെ ഇത് ധാരാളം അവാർഡുകളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ പടവുകളുടെ ഒരു തുടക്കം ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കാര്യം ഇതുപോലെ ഓർഗനൈസ് ചെയ്യാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആയിരക്കണക്കിന് ആളുകളെ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഐക്യ ചാരിറ്റീസിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ 2 മിനിറ്റ് മതി, ഞാൻ നിർത്തിക്കൊള്ളാം. ഒന്നാമത്തേത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ മാനസിക ആരോഗ്യം. നമ്മുടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ആരുടെയെങ്കിലും ഒന്ന് മുഖം പാടിയിരുന്നാൽ, എടാ എന്തോ പറ്റിയുടെ പോലെ, അല്ലെ എന്തോ പറ്റിയടി നിനക്ക് എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഒന്നുകിൽ വല്യപ്പച്ചനായിരിക്കും, അല്ലെ വല്യമ്മച്ചായിരിക്കും, അല്ലെ അമ്മാവനായിരിക്കും, അമ്മാവി ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും ഭയങ്കര തിരക്കാണ്, ഇതിനാരും സമയം കണ്ടെത്തുന്നില്ല. ആർക്കെങ്കിലും ഒരു മാനസികമായ ഒരു സംഘർഷം, ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് ആ ആൾ തന്നെ പരിഹരിച്ചോണം എന്നുള്ള നിലപാടിലേക്ക് നമ്മളെല്ലാവരും വന്നിരിക്കുകയാണ്. ഈ മാനസിക സംഘർഷം ധാരാളം ബുദ്ധിമുട്ടുകളിലേക്ക് വഴിതെളിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിൽ ആത്മഹത്യയുടെ എണ്ണം പ്രമാണം കൂടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ മലയാളം പത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചോദിക്കുന്നു, കേരളത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥ നമ്മൾ വന്നിരിക്കുന്നു. കുടുംബത്തിനകത്ത് തന്നെയുള്ള വയലൻസ് അതിഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. അപ്പോഴേ ഈ വിഭാഷണ ഇമോഷണൽ സപ്പോർട്ട് സെന്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ പറഞ്ഞത്. വിഭാഷണ ചെയ്യുന്ന വളരെ നിശബ്ദമായ ഒരു സേവനം ഇതാണ്. മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകളെ, കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ ഒരു പിന്താങ്ങൽ, ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇത് വിഭാഷണയുടെ മാത്രം ചുമതലയല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. അതാണ് ആദ്യത്തെ ചിന്ത. ആരുടെയെങ്കിലും മുഖം പാടിയിരിക്കുന്ന കണ്ടാൽ ചോദിക്കാൻ ഒരു കടപ്പാട് നമുക്കുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് തന്നെ വലിയ പ്രസക്തിയുണ്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ സഹായിക്കാൻ കഴിവുള്ള ധാരാളം സംഘടനകളും ആളുകളും നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. അവരിലേക്ക് അവരെ ഒന്ന് എത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. വിഭാഷണയെ പോലെ ധാരാളം സംഘടനകളുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ദയവായി കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ തിരുമേനിയുടെ പ്രസംഗത്തിൽ അറിയാതെയോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. കേരളത്തിലെ ഓർത്തഡോക്സുകാരോ കേരളത്തിലെ മലയാളികളോ മാത്രമല്ല, ഈ ലോകത്തിലുള്ള മുഴുവൻ പേരും നമ്മുടെ സഹോദരങ്ങളാണ്. ഈയിടെ പത്രം എടുക്കുമ്പോൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉക്രൈനിലെ യുദ്ധമാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് 12 ലക്ഷം പേര് അഭയാർത്ഥികളായിട്ട് അവരുടെ വീടും കൂടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിരിക്കും. എനിക്ക് ഒരു 10-50 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ അവിടുത്തെ പലയിടത്തും റെഫ്യൂജീസുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു അഭയാർത്ഥിയായിട്ട് വീടും കൂടും വിട്ടിറങ്ങുക എന്ന് പറയുന്നത് എന്താണെന്ന് ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് പോകും. 50 വർഷക്കാലം ജീവിച്ചിരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബാഗ് തൂക്കിയെടുത്ത് നാളെ രാവിലെ ഇറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ബാഗിനകത്ത് എടുക്കുന്നത്?
പ്രതീക്ഷിക്കുന്നത്. പാസ്പോർട്ടും ആകെ 50 രൂപ പോക്കറ്റുണ്ടെങ്കിൽ ഈ പോക്കറ്റ് ഇത് എടുത്തോണ്ട് ആളുകൾ ഇറങ്ങുന്നത്. അപ്പോഴേ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ഈ 12 ലക്ഷം അഭയാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ വേദനയെയും അവരുടെ കഷ്ടപ്പാടിനെയും ഒക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ നമുക്കൊരു ചുമതലയുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. ഇത് യുക്രൈനിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് ദയവായിട്ട് ചിന്തിക്കരുത്. എൻ്റെ കൊച്ചുമക്കളോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, മക്കളെ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പം ഉക്രൈനിലെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഇന്നത്തെ ചടങ്ങുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇത് നമ്മുടെ വലിയ ചടങ്ങുകളുടെ നമ്മുടെ വലിയ ചുമതലയുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു എന്ന് മാത്രം. ഇന്നത്തെ ഈ അവാർഡ് സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു തുടക്കമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. താങ്ക് യു വെരി മച്ച്. ജോസഫ് സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അവാർഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സഹജീവി സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയുമാണ് നിങ്ങൾക്ക് ഈ അവാർഡ് നൽകുന്നതിലൂടെ ഈ പ്രസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നത്. അവാർഡ് സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം വളരെ വർദ്ധിച്ചിരിക്കുന്നു. നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉന്നത നിലകളിൽ എത്തിച്ചേരുമ്പോൾ കരുണയുടെ കരസ്പർശമായി സമസൃഷ്ടങ്ങളോട് ചേരുമ്പോഴാണ് ഇതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത്. ഒരിക്കൽ കൂടി അവാർഡ് ജേതാക്കളായി നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ അവാർഡുകൾ സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട കുടുംബങ്ങളെയും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് ഐക്യൻ ചാരിറ്റീസ് വോളണ്ടിയേഴ്സിനെയും പ്രത്യേകം ഓർക്കണമെന്ന് ഓർപ്പിച്ചു കൊള്ളുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിനായി നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതോടൊപ്പം അവാർഡ് വിതരണത്തിനായി പരിശുദ്ധ പിതാവിനെ ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ജെറിൻ ജോർജ്, വടക്കേനാടത്ത് എഴക്കന്നാട്. ദിയ ആൻഡ് ജോൺ കാപ്പിൽ ഫാമിലി അവാർഡാണ് ഈ കുട്ടിക്ക് നൽകുന്നത്. ദിയ ആൻഡ് കാപ്പിൽ ഫാമിലി അവാർഡ്. കരിഷ്മ വിജയ്, ലീലമ്മ ഡാനിയൽ മെമ്മോറിയൽ അവാർഡ്. ഷെറിൽ സിബിച്ചൻ. ഷെറിന് നൽകുന്നത് ഐക്യൻ സെഞ്ചുറി അവാർഡാണ്. ഐക്യൻ സെഞ്ചുറി അവാർഡ്. അഖിൽ വി ജോസഫ്. അഖിൽ നൽകുന്നത് ലത ആൻഡ് വർഗീസ് ജോർജ് ഫാമിലി അവാർഡ്. അഖിൽ വി ജോസഫ്. അഖിൽ നൽകുന്നത് പുള്ളോലിക്കൽ മാണിക്കുര്യൻ ആൻഡ് മറിയാം മെമ്മോറിയൽ അവാർഡ്. അലീന എം ജെ. അലീനയ്ക്ക് നൽകുന്നത് ദ താനുവേലിൽ ഫാമിലി അവാർഡ്. അലീന എം ജെ. ആബി സുസൈൻ സതീഷ്. മരിയ സാമുവേൽ ആൽബി അവാർഡാണ് ഈ കുട്ടിക്ക് നൽകുന്നത്. മരിയ സാമുവേൽ. മെറിൻ പി എസ്. മെറിന് നൽകുന്നത് മരിയ ആൻഡ് തോമസ് ഫിലിപ്പ് ഫാമിലി അവാർഡ്. മരിയ ആൻഡ് തോമസ് ഫിലിപ്പ് ഫാമിലി അവാർഡ്. മെറിൻ പി എസ്. മെറിന് നൽകുന്നത് ചിറക്കൽ കുഞ്ഞുഞ്ഞമ്മ വർഗീസ് മെമ്മോറിയൽ അവാർഡ്. അക്സ ലീലാമ എബ്രഹാം. അക്സയ്ക്ക് നൽകുന്നത് മണ്ണിൽ MKT അവാർഡാണ് നൽകുന്നത്. മണ്ണിൽ MKT അവാർഡ്. അഞ്ജലി റോസ്. അഞ്ജലിക്ക് നൽകുന്നത് കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. ജിബി മാത്യു. ഇതിന് നൽകുന്നത് ചാണ്ടപ്പള്ളി ആൻഡ് റാഖിലമ്മ ഗീവർഗീസ് മെമ്മോറിയൽ അവാർഡ്. സിജി മറിയം കുര്യൻ. സിജിക്ക് നൽകുന്ന അവാർഡ് മറിയാമ്മ ആൻഡ് NC വർക്കി മെമ്മോറിയൽ അവാർഡ്. സിജി മറിയം കുര്യൻ.
സിജിക്ക് നൽകുന്നത് ചെറക്കിൽ ഫാമിലി ടെക്സസ് അവാർഡ്. സ്നേഹ ജോർജ്. സ്നേഹയ്ക്ക് നൽകുന്നത് താനുവിലി ഫാമിലി അവാർഡ്. നികിത എബ്രഹാം. നിഖിലയ്ക്ക് നൽകുന്നത് മാത്യൂസ് മാർ ബർണബാസ് മെമ്മോറിയൽ അവാർഡ്. നവ്യ എസ് ഫിലിപ്പ്. നവിക്ക് നൽകുന്നത് കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. പ്രിൻസി പ്രിൻസ്. പ്രിൻസിക്ക് നൽകുന്നത് ജോൺ മത്തായി പാലമുട്ടിൽ മെമ്മോറിയൽ അവാർഡ്. ദിയ മെറി കുര്യൻ. ബി ആർ ബർക്ക് നൽകുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കോലാലംപൂർ അവാർഡ്. അരുൺ ജെ ജോൺ. അരുൺ നൽകുന്നത് ജുബി വർക്കി ഫാമിലി അവാർഡ്. ജിൻസ മാത്യു. ജിൻസയ്ക്ക് നൽകുന്നത് പി വി ജോൺ മെമ്മോറിയൽ അവാർഡ്. അഗ്നൻ അന്ന ജോൺ. അപ്നയ്ക്ക് നൽകുന്നത് തോമസ് ചെറിയാൻ ഫാമിലി അവാർഡ്. തോമസ് ചെറിയാൻ റിച്ച്മണ്ട് ഫാമിലി അവാർഡ്. ദിവ്യ എൽസ ജേക്കബ്. ദിവ്യയ്ക്ക് നൽകുന്നത് കണ്ടനാടൻ ജോൺ അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. കണ്ടനാടൻ ജോൺ അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. റീന എബ്രഹാം. റീക്ക് നൽകുന്നത് ജെയ്സൺ തോമസ് ഫാമിലി അവാർഡ്. ആഷ്ലി മേരി വർഗീസ്. ആഷ്ലിക്ക് നൽകുന്നത് ചെറുക്കിൽ കുഞ്ഞുഞ്ഞമ്മ വർഗീസ് മെമ്മോറിയൽ അവാർഡ്. എബിൻ തോമസ്. എബിൻ തോമസ് നൽകുന്നത് പ്രകാശ് ചാക്കോ ഫാമിലി അവാർഡ്. എബിൻ തോമസ്. ലിസ ജോൺ. ലിസ ജോർജ് നൽകുന്നത് താനുവേലി ഫാമിലി അവാർഡ്. അലൻ ഷാജി. അരുൺ നൽകുന്നത് പി സി മത്തായി ആൻഡ് തങ്കമ്മ മത്തായി മെമ്മോറിയൽ അവാർഡ്. ജെസ്സി എലിസബത്ത് ഫിലിപ്പ്. ജെസ്സി എലിസബത്തിന് നൽകുന്നത് വി വി ജോൺ മെമ്മോറിയൽ അവാർഡ്. സാധു സാറ കുര്യൻ. സാബുവിന് നൽകുന്നത് തോമസ് ചെറിയാൻ റിച്ച്മണ്ട് ഫാമിലി അവാർഡ്. റെൻസി സൂസൻ വർഗീസ്. റെൻസിക്ക് നൽകുന്നത് ഡോക്ടർ ശോഭ ആൻഡ് കോരനാടി ഫാമിലി അവാർഡ്. റിയ മരിയം ജേക്കബ്. ദിയയ്ക്ക് നൽകുന്നത് ഐക്കൺ സെഞ്ചുറി അവാർഡ്. അശ്വതി മോൾ റോയ്. അശ്വതിക്ക് നൽകുന്നത് ജുബി വർക്കി ഫാമിലി അവാർഡ്. ആൽവിൻ ജോർജ്. അരവിന്ദ് ജോർജിന് നൽകുന്നത് കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. മനീഷ മാനുവൽ. മനീഷയ്ക്ക് നൽകുന്നത് മണ്ണിൽ MKT അവാർഡ്. ജസ്മിൻ സാം മാത്യു. ജസ്റ്റിന് നൽകുന്നത് നൈന ഫാമിലി മെമ്മോറിയൽ അവാർഡ്. റിച്ചോ വർഗീസ്. റജോയ്ക്ക് നൽകുന്നത് തോമസ് ചെറിയാൻ റിച്ച്മണ്ട് ഫാമിലി അവാർഡ്. ഏബൽ തോമസ് ഡെന്നി. ഏബലിന് നൽകുന്നത് ഐക്കൺ സെഞ്ചുറി അവാർഡ്. ബെൻസി തോമസ്. ബെൻസിക്ക് നൽകുന്നത് ജുബി വർക്കി ഫാമിലി അവാർഡ്. നിഖിൽ ഡൊമിനിക് തോമസ്. നിഖിലിന് നൽകുന്നത് കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. സീമൻ അലക്സാണ്ടർ. സിമിലിന് നൽകുന്നത് നൈന ഫാമിലി മെമ്മോറിയൽ അവാർഡ്. അൻസു സാറ തോമസ്. അൻസുവിന് നൽകുന്നത് ജുബി വർക്കി ഫാമിലി അവാർഡ്. സ്നേഹ പി ജിജി. സ്നേഹയ്ക്ക് നൽകുന്നത് ഐസക് പി ജോർജ് NJ ഫാമിലി അവാർഡ്. എബി എബ്രഹാം. എബി എബ്രഹാമിന് നൽകുന്നത് തോമസ് ചെറിയാൻ റിച്ച്മണ്ട് ഫാമിലി അവാർഡ്.
ഷോൺ ജി സാൻ. ഷോൺ നൽകുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കോലാലംപൂർ അവാർഡ്. അപർണ ജയപ്രകാശ്. അപർണയ്ക്ക് നൽകുന്നത് സുരേഷ് ഉമ്മൻ മോഡൽ ഫാമിലി അവാർഡ്. ആശിഷ് അജു. ആശിഷ് നൽകുന്നത് അംബർ ആൻഡ് റെനോ വർഗീസ് ഫാമിലി അവാർഡ്. റീന രാജു. നായിക്ക് നൽകുന്നത് മണ്ണിൽ MKT അവാർഡ്. മണ്ണിൽ MKT അവാർഡാണ് ഈ കുട്ടിക്ക് നൽകുന്നത്. ദിയ വർഗീസ്. ദിയയ്ക്ക് നൽകുന്നത് അജു ആൻഡ് എബി തരിയൻ ഫാമിലി അവാർഡ്. അജു ആൻഡ് എബി തരിയൻ ഫാമിലി അവാർഡ്. നിതീഷ എസ്. നിതീഷയ്ക്ക് നൽകുന്നത് കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. അതുല്യ മോൾ ജോസഫ്. അതുല്യയ്ക്ക് നൽകുന്നത് വർഗീസ് മെമ്മോറിയൽ അവാർഡ്. ഏഞ്ചല മറിയം റജി. ഏഞ്ചലയ്ക്ക് നൽകുന്നത് കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ അവാർഡ്. മെറിൻ സാമുവൽ. മെറിന് നൽകുന്നത് സിനി വിദ്യോദയം അവാർഡ്. സിനി വിദ്യോദയം അവാർഡ്. അലീന സാറ അഭിലാഷ്. അലീനയ്ക്ക് നൽകുന്നത് പറമ്പിൽ ഫാമിലി അവാർഡ്. അബിയ സൂസൻ ഷിബു. അബിയയ്ക്ക് നൽകുന്നത് സുരേഷ് ഉമ്മൻ മോഡൽ ഫാമിലി അവാർഡ്. നിബിയ മറിയം ഫിലിപ്പ്. ബിബിയയ്ക്ക് നൽകുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കോലാലംപൂർ അവാർഡ്. റീച്ച എലിസബത്ത്. രഖാനയ്ക്ക് നൽകുന്നത് രഖാന ആൻഡ് ശേഷാദ്രി ഫാമിലി അവാർഡ്. ലയ രാജ്. ലയ്ക്ക് നൽകുന്നത് ജോർജ് വർഗീസ് കാനഡ ഫാമിലി അവാർഡ്. അഗ്നസ് എൽസ ഷിബു. മണ്ണിൽ MKT അവാർഡാണ് ഈ കുട്ടിക്ക് നൽകുന്നത്. ആൽബിൻ സാബു. അഷോർ ചെറക്കൽ ഫാമിലി അവാർഡ് ടെക്സസ്. അഷോർ ചെറക്കൽ ഫാമിലി അവാർഡ്. സിജി അന്ന ബേബി. സിജിക്ക് നൽകുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കോലാലംപൂർ അവാർഡ്. ആഷ്മി എൽസ റജു. ആഷ്മിക്ക് നൽകുന്നത് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ചാരിറ്റി അവാർഡ്. റൂത്ത് ബിജു. പ്രൊഫസർ K. ജോർജ് തോമസ് മെമ്മോറിയൽ അവാർഡ്. പ്രൊഫസർ K. ജോർജ് തോമസ് മെമ്മോറിയൽ അവാർഡ്. സ്നേഹ മരിയ എബ്രഹാം. സ്നേഹയ്ക്ക് നൽകുന്നത് അഷോർ ചെറക്കിൽ ഫാമിലി അവാർഡ്. ലിഡിയ കെ മാത്യു. ശോശാമയൻ PG ഈപ്പൻ മെമ്മോറിയൽ അവാർഡാണ് ഈ കുട്ടിക്ക് നൽകുന്നത്. ഞാൻ ഇതിനകത്ത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, വന്നിട്ട് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ നിങ്ങൾ ഒരു അവാർഡിൻ്റെ പേര് വീണ്ടും വീണ്ടും കേട്ട് കാണും, കണ്ടനാടൻ ജോൺ ആൻഡ് അന്നമ്മ മെമ്മോറിയൽ. അതേക്കുറിച്ച് എനിക്ക് ഒരു വാക്ക് എന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ഇത് ഞങ്ങളുടെ ഒരു ജോൺ എബ്രഹാം ഉണ്ടായിരുന്നു, ഡോക്ടർ ജോൺ എബ്രഹാം, അതുപോലെ ഡോക്ടർ സാനി എബ്രഹാം. അവിടെ USA ഓസ്റ്റിനിലുള്ള ഒരു കപ്പിളാണ് ആയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 18-ാം തീയതി സാനിയാനി മരിച്ചുപോയി. 21-ാം തീയതി ജോണന്തലം മരിച്ചുപോയി. അവർ ഈ ഐക്കണിന് വേണ്ടി തുടക്കം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ്. 2012 അദ്ദേഹം ഇടുക്കിയിൽ വരികയും ഈ അവാർഡ് ദാനത്തിൽ സംബന്ധിക്കുകയും ചെയ്തത്. 600 കുട്ടികൾക്ക് അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ജോണങ്കിളിനെയും സാനിയാനിയെയും അവരുടെ ആത്മാവിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഒരു വാക്കിൽ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. അവരുടെ മക്കളെ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അതിൻ്റെ ഒരു എൻഡോമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 559 കുട്ടികൾക്കാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്.
അതിൽ കുറച്ച് ചെറിയൊരു സെഗ്മെന്റിനെ മാത്രമേ ഇവിടെ വിളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, തൃശ്ശൂരിലുണ്ട്, അങ്കമാലിയിലുണ്ട്, ഇങ്ങനെ പലയിടത്തും വെച്ചുണ്ടായിരുന്നു. അങ്ങനെ പല സെന്ററിൽ വെച്ചാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നവർക്കുള്ള എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും കിട്ടാത്തവരുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഒരാൾക്ക് ചെക്ക് തരാമെന്ന് തന്നോളാം. ഓക്കെ, അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയായിരിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിനായി നവജ്യോതി മോംസ് ഡയറക്ടർ ഡോക്ടർ സിബി തരകനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമേനി, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ ഐക്കൺ എക്സലൻസ് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ആ ചടങ്ങ് അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഉള്ളത്. ഈ വൈദ്യവേളയിൽ ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ഈ അവാർഡ് സ്വീകരിച്ച എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമേനി ഇവിടെ സന്നിഹിതനാവുകയും ഈ അവാർഡിന് അർഹരായ എല്ലാവർക്കും ആ അവാർഡ് നേരിട്ട് പരിശുദ്ധ ബാവ തിരുമേനി ഇവിടെ വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരവും അനുഗ്രഹകരവുമായ കാര്യമാണ്. പരിശുദ്ധ ബാവ തിരുമേനി എത്രയോ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം. രാവിലെ തിരുമേനിയുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചടങ്ങുകൾ സംബന്ധിക്കുന്നതിനായിട്ട് തിരുമേനി സമയം കണ്ടെത്തുകയും വളരെ ചിന്തോദ്ദീപകമായ, പ്രത്യേകിച്ച് കരുണയും സാഹോദര്യവും നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് കാണിക്കണം, ആ സാഹോദര്യ ഭാവം നമ്മൾ നിലനിർത്തണം എന്നുള്ള ആ ഒരു ആശയം തിരുമേനി നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചു. തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അത് ആ ഒരു കരുണയും സാഹോദര്യവും എന്നും പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനവും വാക്കുകളുമാണ് പരിശുദ്ധ ബാവ തിരുമേനിയുടേത്. തിരുമേനി ഇവിടെ നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഈ അവാർഡ് വിതരണം ചെയ്യുകയും എല്ലാവർക്കും ആ അവാർഡ് നേരിട്ട് വാങ്ങാനുള്ള അവസരമുണ്ടായി. അതിലൂടെ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ ബാവ തിരുമേനിയോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. അതുപോലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ആശംസാ പ്രസംഗങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഐക്കൺ എക്സലൻസ് അവാർഡിന്റെ അതേക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ബഹുമാന്യ വ്യക്തികൾ, ശ്രീ ജോർജ് എബ്രഹാം സാറ്, അദ്ദേഹം ഐക്കൺ ചാരിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. വോളണ്ടറി ആയിട്ട് അദ്ദേഹം ആ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അത് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ ഡിപ്പാർട്ട്മെന്റ് അനേക വർഷങ്ങളായിട്ട് വളരെ സ്തുത്യർഹമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ, അതുപോലെ തന്നെ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറ്, അതുപോലെ വിഭാഷയുടെ ഡയറക്ടർ അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ ജോസഫ് പി വർഗീസ് സാറ് തുടങ്ങിയവര് ഇവിടെ നമ്മളെ അഭിസംബോധന ചെയ്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ആ ബഹുമാന്യ വ്യക്തികളോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള പലതരം സഹായം ചെയ്തിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. എല്ലാവരുടെയും പേരുകൾ പരാമർശിക്കാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ അനൗൺസ്മെന്റുകൾ നടത്തിയ ബിനു കിഴക്കിയിൽ, അതുപോലെ തന്നെ എലിസബത്ത് ചെറിയാൻ, അതുപോലെ MBC കോളേജിലെ അധ്യാപകരായിട്ടുള്ള ലിബിൻ കോര, ഏലിയാസ് തോമസ്, അവര് കോളേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൂടെ
പറയുകയുണ്ടായി. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന അനീഷ് എബ്രഹാം, ഇവിടെ ഈ മീഡിയയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയും അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന ശ്രീ രാജീവ് വടശ്ശേരി, അതുപോലെ കാത്തോലിക്കേറ്റ് ഓഫീസിന്റെ മാനേജറായിട്ടുള്ള ബഹുമാനപ്പെട്ട യാക്കോബ് അച്ഛൻ, അദ്ദേഹമാണ് ഈ ഹോള്, ഈ ഓഡിറ്റോറിയം നമുക്ക് വേണ്ടിയിട്ട് അനുവദിച്ചു തരികയും ഇതിന്റെ ക്രമീകരണങ്ങൾക്കൊക്കെ സഹായിക്കുകയും ചെയ്ത് അദ്ദേഹത്തോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വിഭാഷണയുടെ വോളണ്ടിയേഴ്സ് ആയിട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ചാക്കോത്തരൻ സാറ്, മറിയാമ്മ മാഡം, അതുപോലെ അഡ്വക്കേറ്റ് അലക്സ് തോമസ് സാറ്, ജോൺസൺ കീപ്പള്ളി സാറ് തുടങ്ങി നിരവധി ബഹുമാന്യ വ്യക്തികൾ ഈ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിന് നന്ദി അറിയിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും അവാർഡ് സ്വീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിയ വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ മീറ്റിങ്ങിനെ ഏറ്റവും പ്രയോജനകരമായി ആക്കി മാറ്റിയത്. അഭ്യർത്ഥന തിരുമേനി, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നമ്മളോട് ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് ശേഷം പല പല മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കും. ഇവിടെ രാവിലത്തെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഓരോരുത്തരും തങ്ങൾക്ക് ഏത് നിലയിൽ എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പലരും കോളേജ് പ്രൊഫസർമാരായും എഞ്ചിനീയർമാരായും ഡോക്ടർമാരായും സിവിൽ സർവീസിലും ഒക്കെ എത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അവരൊക്കെ അവരുടെ ആ ഒരു താല്പര്യം ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ നിങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയെ ഓർക്കുക, ഐക്യൻ ചാരിറ്റീസിനെ ഓർക്കുക, നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഓർക്കുക, നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ, വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെടുന്നവരെ ഓർക്കുക, അവരെ സഹായിക്കുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ഇവിടെ പ്രയർ സോങ് പാടിയ സന്തു സാറാക്കുകയും തുടങ്ങിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനുശേഷം ഇവിടെ മീറ്റിങ്ങിന് ശേഷം പരിശുദ്ധ ബാവ തിരുമേനിയോടൊപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സെഷൻ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഭക്ഷണവും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.